ഇനി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നവനായി ഇതൊന്നായിട്ടുണ്ടാവുന്നു. ഇവിടെ ഇവനിക്കൊക്കെ ഇത് സൈഡിലുണ്ട്. ഞാൻ പിന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ടോർച്ച് പോയി ഗൈസ്. ടോർച്ച് ഇനി എത്ര ഉണ്ട്? 52 ടോർച്ചുണ്ട് ഗൈസ്. വള്ളം നിറച്ച് ടോർച്ച് കിട്ടുന്നു. ഇവന് ടോർച്ച് എടുക്കാൻ കണ്ടിട്ട് ഇത് ഭയങ്കര. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പേരാണ് റെഡ് സ്റ്റോൺ. റെഡ് സ്റ്റോൺ കാര്യമായിട്ട് ആവശ്യമില്ല. ട്രെയിനോ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ട്രെയിനോ കൈക്ക് എടുക്കാനായിട്ട് വേണമല്ലോ സ്പേസ് വൈസ്. നമ്മൾ ഓരോന്ന് സ്പേസ് ഷിപ്സ് ഇങ്ങനെ ഇരിക്കണം. ഇനി എവിടെയെങ്കിലും ഉണ്ടോ? അത് കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഇനി കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സൗണ്ട് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് ഇങ്ങനെ നമുക്ക് മുകളിലോട്ട് പോകണം ഗൈസ്. ഓരോ ടൈം എടുത്ത് നമ്മളിവിടെ നിന്നിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി മുകളിൽ പോയി ടൂൾസ് ഉണ്ടാക്കണം ഗൈസ്. ഇനി നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഗൈസ് അതിൽ ഹോമിലുണ്ട് ഗൈസ്. നമ്മൾ ഡയമണ്ട് ഇന്ന് ഗോൾ നമ്മളൊന്ന് ഗൈസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടാ ഡയമണ്ട് എൻ്റെ കൈക്കിലിങ്ങനെ വിരിഞ്ഞിക്കണം ഗൈസ്. ആ ഗോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പവർഫുൾ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഗൈസ് നമുക്ക് വേണ്ടി ഗൈസ് ഇതൊന്നൊരു ഇമോട്ട് പോലെ ഗൈസ് എന്ത് കളിക്കാക്കണം ഗൈസ്. നമ്മളെ വീണ്ടും എവിടെ വെച്ച് നിർത്തണം, ടോപ്പ് നിർത്തണമെന്നല്ല. നമുക്ക് ഡയമണ്ട് ടൂൾസ് അതിൽ ഉണ്ടാക്കണം. അടുത്ത എപ്പിസോഡിൽ അതിൽ നമുക്ക് പെട്ടെന്ന് വേണ്ടി നമ്മളതിൽ ഗൈസ് എനിക്ക് വേണ്ടത് ഒരു സൗണ്ട് ഒരു കേവ് ഉണ്ട്. കണ്ട ഗൈസ് കേവില്ലേ? ഈ ഭാഗത്താണ് നമുക്ക് സംശയം. അതാണ് കേവ് ഉണ്ടാകുന്നത്. ഇല്യൂഷൻ കൊണ്ട് കൊടുക്കണം. ഓരോ സൈഡിൽ കേവ് ഉണ്ട്. കേവ് ഉണ്ട് മനസ്സിലാവില്ല. പക്ഷേ നമുക്കിതിൽ ടോപ്പ് പോകണം ഗൈസ് എല്ലാവർക്കും. ഗൈസ് നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് അടുത്തൊരു മരം കാണാനുണ്ട്.